ഹായ് ഗൈസ്, കണ്ണാടി നോക്കിയെന്ന് ഞങ്ങൾ രണ്ടും റെഡിയാവാൻ പോകുന്നത് ബ്രോഡ്വേയിലേക്ക് ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് പ്രൈസിക്ക്. അപ്പോൾ അതേ ഹോസ്റ്റലിലാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത്. രണ്ടുപേരും ഓഫ് എടുത്തിട്ട് ഇന്ന് ഒരുമിച്ച് എന്തായാലും പോകാമെന്നുള്ളൊരിതായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. നല്ല വെയിലായതുകൊണ്ട് സൺസ്ക്രീനൊക്കെ വാരിപ്പൊത്താന്ന് വിചാരിച്ചിട്ടുണ്ട്. സൺസ്ക്രീനൊക്കെ അത്യാവശ്യം ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ വന്ന് പ്രൈസ് വന്ന് പെർഫ്യൂം സെറ്റ് ചെയ്ത് തന്നു. ഓക്കെ, അപ്പം നമ്മളത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ റെഡി ആവില്ലെന്ന് ഒതുങ്ങുന്നതിന് മുന്നേ വന്ന് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. പ്രൈസ് വന്നത് അവളും മേക്കപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവളും സൺസ്ക്രീനൊക്കെ കാര്യമായിട്ട് തന്നെ ഇടുന്നുണ്ട്. അങ്ങനെ ഫേസിലെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണ്ടേ. അങ്ങനെ ഹെയർ സെറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് കുഞ്ഞൊരു പൊട്ടും കൂടെ വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ ലുക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിത് ഇറങ്ങാൻ പോകണം കേട്ടോ. അങ്ങനെ നമുക്ക് ബ്രോഡ്വേയിൽ വരുന്നുണ്ട്. ചാടിത്തുള്ളി ഡാൻസും കളിച്ച് ഞങ്ങൾ പതിയെ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയപ്പോൾ തന്നെ ബസ് കിട്ടി. ബസ് പിടിച്ച് ബസ്സിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ ഉള്ള ഷോ ഓഫാണ് പ്രൈസി മോളുടേത്. അപ്പോൾ എന്തോ പ്രൈസിയുടെ ഹെയർ സ്റ്റൈൽ പ്രൈസിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലേക്ക് പോയിട്ടില്ല. അങ്ങനെ നമ്മളിതേ ബ്രോഡ്വേയിൽ എത്തിയിട്ടുണ്ട്. പ്രതീക്ഷ അത്ര തിരക്കൊന്നും ഇല്ലെങ്കിലും തിരക്ക് കൂടി വരുന്ന ടൈമായിരുന്നു. അപ്പോൾ എങ്ങനെയും രാത്രി ആവുന്നതിന് മുന്നേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പോവുക. കാര്യമായിട്ടുള്ള പർച്ചേസിംഗ് ഒന്നുമില്ല. 2-3 ഡ്രസ്സ് എടുക്കണം, പിന്നെ ഒരു വാച്ചും മേടിക്കണം. അതായിരുന്നു മെയിൻ. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്നേ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മൽ തപ്പലാണ് അവൾ കണ്ടിട്ടുള്ളത്. എനിക്ക് ഈ ഹെവി കമ്മൽസിനോട് താല്പര്യമില്ല, പക്ഷേ അവൾ എടുത്തത് ഹെവി തന്നെയായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ വെച്ചു. പിന്നെ ഞങ്ങൾ ഈ ഒരു കടയിൽ കയറി അവിടുന്ന് കുറേ പർച്ചേസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്നത് ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ റോഡ് ഫുള്ള് ക്രിസ്മസിൻ്റെ കാര്യങ്ങളും മാത്രമാണ്. ഞാനും വെച്ചിട്ട് കണ്ടിട്ട് ഞാൻ തന്നെ കുത്തി നോക്കുകയാണ് ഗ്ലാസ് ഉണ്ടോയെന്ന്. അങ്ങനത്തെ ഈ ഒരു സംഭവം അവിടെ ഒട്ടുമിക്ക എടുത്തിട്ടുണ്ട്. 6 എണ്ണം 100 രൂപ അങ്ങനെയാണ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേ റീൽസൊക്കെ കണ്ടിട്ടാണ് എല്ലാവരും ചാടിത്തുള്ളി വന്നത്. റേറ്റ് കുറവ് കിട്ടും എന്ന് വിചാരിച്ചു. നമ്മളധികം നോക്കാൻ നിന്നില്ല. അങ്ങനെ പ്രൈസിക്ക് നമ്മളൊരു വാച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം അവിടെ നിന്ന് തന്നെ നമ്മളൊരു വാച്ച് എടുത്തു കേട്ടോ. നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ കയറാനേ പോയിട്ടില്ല. അങ്ങോട്ടേക്കാണ് തിരക്ക് തുടങ്ങുന്നത് ക്രിസ്മസിൻ്റെ സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞ് പതിയെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രൈസ് എന്നെ കൊണ്ട് ഇങ്ങനെ കുറേ നടന്നതിന് ശേഷം ഞങ്ങളൊരു കടയിൽ ചെന്ന് ലൈറ്റായിട്ടൊരു ചെറിയൊരു തട്ടുത കടയായിരുന്നു. അവിടെ ചെന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പിംഗ് മേള എന്ന് പറഞ്ഞിട്ട് അവിടെ കയറി ജസ്റ്റ് ഒന്ന് കറങ്ങിയടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് മറൈൻ ഡ്രൈവിലേക്ക്. അവിടെ ഈ ഒരു പച്ചമാങ്ങ കുടിക്കുന്നതാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ചേട്ടൻ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ചേട്ടന് ഒന്നുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയി. അതോടൊപ്പം ഭയങ്കര ഷോ ഓഫൊക്കെ ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഷോ ഓഫ് അല്ല, അവരെപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾ ഒന്നും കൂടെ ഭയങ്കര ഇമ്പ്രസീവ് ആകാൻ നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് സ്കിപ്പായി പോകുന്നവർ. അതുങ്ങളായപ്പോഴത്തേക്ക് പിന്നെ പുള്ളിക്ക് അത് ഓക്കെ ആക്കി എടുക്കണം എന്നുള്ള കാര്യമായി. അങ്ങനെ നമ്മളിത് ഈ ഒരു പച്ചമാങ്ങ കുലുക്കി ട്രൈ ചെയ്തു കേട്ടോ. സംഭവം കൊള്ളാം, നല്ലതാണ്. അങ്ങനെ പ്രൈസി അയാളുടെ പേരൊക്കെ ചോദിച്ച് അയാളൊരു ബൈബൈയൊക്കെ പറഞ്ഞു. ശേഷം ഞങ്ങൾ പിന്നെ ബസ് പിടിച്ച് ഞങ്ങൾ നേരെ പോയി. എന്തായാലും ഭാഗ്യത്തിന് കയറിയ ബസ് നമുക്ക് നമ്മുടെ ഹോസ്റ്റൽ വരെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊന്നും ഇറങ്ങേണ്ട വന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.